Hello and welcome to Sarah's Herbs and Spices. It's been a while, right? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു carrot cake ആണ്. Let's get on with the ingredients. ആദ്യമേ നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് നട്ട്സ് ടോസ്റ്റ് ചെയ്തെടുക്കണം. ജനറലി carrot കേക്കിന് ഒന്നുകിൽ പിക്കാൻ നട്ട്സ് അല്ലെങ്കിൽ വാൾനട്ട്സ് ഇതാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഇത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് ഓപ്ഷണലായിട്ട് ഞാൻ ആമണ്ട്സ് എടുത്തിട്ടുണ്ട്. ഇത് 100 grams ആമണ്ട്സ് ഉണ്ട്. ആമണ്ട്സ് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ഈ 100 grams ആമണ്ട്സ് ഒരു ട്രേയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 160 ഡിഗ്രിയിൽ നമുക്കൊരു 5 മിനിറ്റ് ഇത് ടോസ്റ്റ് ചെയ്തെടുക്കാം അവന് വെച്ചിട്ട്. ഞാനിത് ലൈറ്റ്ലിയാണ് ടോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കിത് കൂടുതൽ മിനിറ്റ് ടോസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാം. ലൈറ്റ്ലി ടോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് നല്ലവണ്ണം ചോപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം carrot കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഞാനൊരു ചെറിയ പാൻ എടുക്കേണ്ടി വന്നു. കാര്യം മറ്റേ വലിയ പാൻ ആയിരുന്നുകൊണ്ട് എൻ്റെ അവനിൽ ഇത് ഫിറ്റ് ആവത്തില്ല. സോ ഒരു ചെറിയ പിസ്സ പാൻ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാനിപ്പം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊരു 5 minutes ടോസ്റ്റ് ചെയ്യാം. carrot കേക്കിനായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഒരു അരിപ്പയിൽ കൂടി സീവ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇവിടെ 2.25 കപ്പ് അഥവാ 280 grams ഫ്ലവർ എടുത്തിട്ടുണ്ട്. അതായത് ഓൾ പർപ്പസ് ഫ്ലവർ അല്ലെങ്കിൽ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് നമുക്ക് അരിച്ചെടുക്കാം. നമുക്ക് ആദ്യം ഈ മൈദ മാവ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഇത് കുറച്ച് ഉപ്പാണ്, 1/2 ടീസ്പൂൺ ഉപ്പുണ്ട്. ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത്രയിട്ട് നമുക്കൊന്ന് നല്ലവണ്ണം സീവ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ മാവും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം കൂടി നമുക്ക് ഇടഞ്ഞെടുത്തിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഈ ഇടഞ്ഞു വെച്ച മാവിൻ്റെ കൂടെ നമുക്ക് 2 ടീസ്പൂൺ സിനമൺ പൗഡർ കറുവാപ്പട്ട ഇട്ട് കൊടുക്കണം. നല്ല ഫൈൻ പൗഡറാണ്. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ജാതിക്കാപ്പൊടി നട്ട്മെഗ് അതും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ അറേഞ്ച് ചെയ്തെടുക്കാം. നമുക്ക് ആമണ്ട്സ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. പാൻ നല്ല ചൂടാണ്, അവനിൽ നിന്ന് എടുത്തതാണ്. ഇപ്പോൾ ഇവിടെ ആമണ്ട്സ് എല്ലാം നല്ലപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കൊരു ഡിഷിലേക്ക് ഇത് മാറ്റി വെക്കാം. carrot കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ക്യാരറ്റ്സ് അത് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഏകദേശം 2 cups ഓഫ് ക്യാരറ്റ് നമുക്ക് വേണം. അതായത് അപ്രോക്സിമേറ്റ്ലി 240 grams ഇപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് നോക്കാം 2 cups ഉണ്ടോ. ശരി, ക്യാരറ്റ്സ് എല്ലാം നല്ലപോലെ ഇപ്പോൾ ഈ ബോക്സ് ഗ്രേറ്ററിൽ അതിൻ്റെ സ്മോൾ ഹോളിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് 2 കപ്പിൻ്റെ ആവശ്യമാണുള്ളത്. നമുക്കത് മെഷർ ചെയ്ത് ഒരു കപ്പിലേക്ക് മാറ്റുക. നല്ല ഫൈൻലി ഗ്രേറ്റഡ് ക്യാരറ്റാണ്. $240 grams റഫ്ലി 2 cups തന്നെയാണ്. നമുക്കിത് ഗ്രേറ്റ് ചെയ്തത് മാറ്റി വെക്കാം. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഈ റെസിപ്പിക്ക് നമുക്ക് 3 മുട്ട ആവശ്യമായിട്ടുണ്ട്. അതും പഞ്ചസാരയും കൂടി നല്ലവണ്ണം നമുക്ക് സ്മൂത്തായിട്ട് വിസ്ക് ചെയ്തെടുക്കാം. 3 മുട്ട,
നമുക്ക് മുട്ടയുടെ കൂടെ പഞ്ചസാര കുറേശ്ശെ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം വിസ്ക് ചെയ്തെടുക്കാം. ഒരു 3 തവണയായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ പറയാൻ വിട്ടു, ഇത് 1.5 കപ്പ് ഗ്രാനുലേറ്റഡ് ഷുഗർ ഉണ്ട്. ഇത് നമുക്ക് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്ത് മുട്ടയുടെ കൂടെ അടിച്ചെടുക്കാം. ലാസ്റ്റ് ബാച്ച് ഷുഗർ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 കപ്പ് വെജിറ്റബിൾ ഓയിൽ, ഏതെങ്കിലും ഫ്ലേവർലെസ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചാൽ മതി. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ വിനീഗർ, വൈറ്റ് വിനീഗർ. ഇതെല്ലാം കൂടി വീണ്ടും നമുക്ക് വിസ്ക് ചെയ്യാം. ഇനി നമുക്ക് സ്പാറ്റില യൂസ് ചെയ്തിട്ട്, വിസ്ക് വേണ്ട, സ്പാറ്റില യൂസ് ചെയ്ത് നമുക്ക് ഈ ഫ്ലവർ ഇൻഗ്രീഡിയൻസ്, ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഈ വെറ്റിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ അവൻ 165 ഡിഗ്രീസിലോട്ട് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇത് ഓവർ മിക്സ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ സമയം ക്യാരറ്റ്സ് ഇട്ട് കൊടുക്കാം. കൂടെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും ഇടാം. നട്ട്സും ഇടാം. ഇനി എല്ലാം കൂടി വീണ്ടും മിക്സ് ചെയ്യാം. 3/4 കപ്പ് ഓഫ് ഹോട്ട് മിൽക്ക് ഉണ്ട്. അതും നമുക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1/2 കപ്പ് പാലേ ഒഴിച്ചിട്ടുള്ളൂ. 1/2 കപ്പ് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ബാറ്റർ ആവശ്യത്തിന് ലൂസാണ്, അത് മതി. ഈ പാൻ 8 ഇഞ്ച് പാനാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരു ലൈനർ കൂടി ഇട്ട് കൊടുക്കാം. ലൈനർ വെട്ടി വെച്ചിട്ടുണ്ട്. പാൻ ലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇത് 165 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ബേക്ക് ചെയ്യാൻ വെക്കാം. ഒരു 35 to 40 മിനിറ്റ്സ്, അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് ക്ലീനായിട്ട് വെളിയിൽ വരുന്നിടം വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. minutes. ഹായ് ഗൈസ്, ഇപ്പോൾ ഇവിടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് 165 സെൻറ്റിഗ്രേഡിൽ ഞാൻ 1 hour ബേക്ക് ചെയ്തപ്പോൾ ഇത് റെഡി ആയത്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, തണുത്തിട്ടുണ്ട്, 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇത് നല്ല കൂളായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് പ്രിപ്പയർ ചെയ്യാം. ഞാൻ അധികം ഫ്രോസ്റ്റിംഗ് ഇടുന്നില്ല, കാര്യം ഇവിടെ ആർക്കും അത്രയ്ക്ക് ഫ്രോസ്റ്റിംഗ് വലിയ താല്പര്യമില്ല. അത് കാരണം ടോപ്പിലും ഇടയ്ക്ക് മാത്രമേ ഞാൻ ഫ്രോസ്റ്റിംഗ് ഇടുന്നുള്ളൂ. അപ്പം ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങിനായിട്ട് ഇവിടെ 250 ഗ്രാം പൗഡർഡ് ഷുഗർ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഐസിങ് ഷുഗർ. പിന്നെ 226 ഗ്രാം ബട്ടർ, അതുപോലെ തന്നെ സെയിം എമൗണ്ട്
226 ഗ്രാം ക്രീം ചീസ്. ഇത് മൂന്നും ഇട്ട് ഒരു സ്വല്പം സോൾട്ട് ഇട്ട് നമുക്കിത് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ബട്ടർ ഇടാം. ആദ്യം ബട്ടർ ഒന്ന് സോഫ്റ്റനായിട്ട് നമുക്ക് പിന്നെ ഷുഗർ ഇട്ട് കൊടുക്കാം. ഷുഗർ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്, 1/8 ടീസ്പൂൺ. ഇടയ്ക്ക് സൈഡ്സൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് ക്രീം ചീസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഫ്രോസ്റ്റിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. എന്നിട്ട് കേക്ക് ഒന്ന് ലെവൽ ചെയ്തിട്ട് അതിൽ നമുക്ക് സ്മിയർ ചെയ്യാം. ഞാനിതിപ്പോൾ രണ്ടായിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഇടയ്ക്കും പിന്നെ മുകളിലും മാത്രമേ നമ്മൾ ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചുറ്റിനും തിക്കായിട്ടൊക്കെ വേണമെങ്കിൽ ഫ്രോസ്റ്റിംഗ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഓക്കെ, ഇച്ചിരി ഒന്ന് ഡ്രെഞ്ച് ചെയ്യുവാണേ. ഇത് ഷുഗർ സിറപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓറഞ്ച് ഫ്ലേവേർഡ് ഷുഗർ സിറപ്പും ആയിട്ട് ആക്കിയിട്ട് വേണമെങ്കിൽ ഡ്രെഞ്ച് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ക്യാരറ്റ് കേക്ക് വിത്ത് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം.
ക്യാരറ്റ് കേക്ക് ഇഷ്ടമുള്ളവരൊക്കെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കും ഒക്കെ അറിയിച്ചാൽ നന്നായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് സാറാസ് ഹെർബ്സ് ആൻഡ് സ്പൈസസ്. ഗോഡ് ബ്ലെസ് യു.